ലേലം സിനിമ കണ്ടിട്ടുള്ളവരാരും മറക്കാനിടയില്ലാത്ത ഒരു വാഹനമാണ് മഹീന്ദ്ര CL 340. അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായിരിക്കും. ആനക്കാട്ടിൽ ചാക്കോച്ചിയുടെ വണ്ടിയാണ് മഹീന്ദ്ര ക്ലാസിക് എന്നറിയപ്പെട്ട മഹീന്ദ്ര CL 340. ഇത് 1996 ഈ മോഡൽ മഹീന്ദ്ര ഇറക്കുന്നത്. അതുകൊണ്ട് ഒരു ഷോർട്ട് വീൽ ബേസ് വണ്ടിയാണ്. മഹീന്ദ്ര ആദ്യം ഇറക്കിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന CJ 3B, വില്ലിയസിൻ്റെ CJ 3B ആയിരുന്നു. ആ CJ 3Bയെ പിന്നീട് CJ 340 ആക്കി. അതും കഴിഞ്ഞിട്ടാണ് ഇത് CL 340 എന്ന മോഡൽ ഇറക്കുന്നത്. ഇതിന് പക്ഷേ കുറേയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സും കുറേ പ്രത്യേകതകളൊക്കെ വരുത്തിയിട്ടാണ് ഈ വാഹനം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് കാണാം. പോയേക്കാം. മഹീന്ദ്രയുടെ ജീപ്പുകൾ ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്ക് വന്നത് ഈ ക്ലാസിക്കിലാണെന്നാണ് ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രില്ല്, ഈ മെഷ് വരുന്നത് ക്ലാസിക്കിലാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബുൾബാർ ഉണ്ടായിരുന്നു, 3 സെക്ഷനുള്ള. അതിപ്പോൾ ഇതിൽ അഴിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡിലെ ക്ലാഡിങ്സ്, പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ, ഈ ഫെൻഡർ മാർക്ക് ഇൻഡിക്കേറ്റർ, ഇത് വേറൊരു മോഡലിലും മഹീന്ദ്ര കൊണ്ടുവന്നിട്ടില്ല. ഇത് വളരെ യൂണീക്കായിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. അതുപോലെ ഈ ക്ലാസിക് എന്നുള്ള വലിയ മോണോഗ്രാം, ഈ സ്റ്റീലിൻ്റെ ബോണറ്റ് ലാച്ചുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ വ്യൂ മിറർ ഫിറ്റ് ചെയ്തേക്കുന്ന ഒരു രീതി ശ്രദ്ധിക്കണം. ഇത് വിൻഷീൽഡിൻ്റെ ഇവിടെയായിട്ട് 4 സ്ക്രൂ കൊടുത്തിട്ടാണ്, ഇങ്ങനെയാണ് ഒരു ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിൻഷീൽഡ് ഫ്രെയിമിന് ഇവിടെ ഇങ്ങനെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കെല്ലാവർക്കും കാണാവുന്ന ഒരു പ്രത്യേകതരം ഡോർ. ഇതൊരു മെറ്റൽ ഫ്രെയിമിൽ ക്യാൻവാസ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ്. ഇത് ലോക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഡോറാണ്. പിന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണും, ഈ വീൽസ്, ഇത് വയേർഡ് വീൽസാണ്. ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഓപ്ഷണലായിട്ട് അലോയ്സ് ഉണ്ടായിരുന്നു. ഇത് 3 വർഷമാണ് ഈ വയേർഡ് വീൽസ് ഇറങ്ങിയിട്ടുള്ളതാണ് ഞാൻ അറിഞ്ഞത്. 96 മുതൽ 99 വരെ മറ്റാണ് ഇതിങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്ഷണലായിട്ട് കമ്പനി കൊടുക്കുന്നുണ്ടായിരുന്നു എന്നും കേട്ടു. മഹീന്ദ്രയുടെ കാര്യമുണ്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴാണ് ഈ സസ്പെൻഡഡ് ആയിട്ടുള്ള പെഡൽസ് വരുന്നത് ഇതിലാണ്. നേരത്തെ പഴയ ജീപ്പുകൾക്കുള്ള പോലെ താഴേക്ക് പോകുന്ന ടൈപ്പ് പെഡൽസ് അല്ല. ഇത് നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ തൂക്ക് പെഡൽ എന്ന് പറയും. ഇങ്ങനത്തെ പെഡൽസാണ് വന്നിട്ടുള്ളത്. പിന്നെ 4 വീലർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൺസോള്, ഇത് മറ്റൊരു മഹീന്ദ്രയ്ക്കും വന്നിട്ടില്ലാത്ത അത്ര കളർഫുള്ളായിട്ടുള്ള കൺസോളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ എന്ന് പറയുന്നത് ഇതിൽ എന്തൊക്കെ ഇൻഡിക്കേഷൻസ് ഉണ്ടെന്ന് നോക്കണം. ബാറ്ററി, ഓയിൽ, അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഹസാർഡ്, ടെമ്പറേച്ചർ, ഫ്യൂവല്, ലൈറ്റ്സ്, ഹൈ ബീം, ലോ ബീം, ഫോഗ് ലാമ്പ്, പാർക്കിംഗ് ബ്രേക്ക്. ഇതിൽ സാധാരണ ജീപ്പുകൾ ആദ്യമായിട്ട് പാർക്കിംഗ് ബ്രേക്ക് വരുന്നത് ഈ വണ്ടിയിലാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ 4 വീലിൻ്റേത്, ഇതെന്ത് സാധനമാണ്, ദൈവം തമ്പുരാൻ അറിയാം എന്തുവാണ്. അതുപോലെ ഇവിടെ ഒരു ഐഡ്ലിംഗ് കൺട്രോൾ ഉണ്ട്. അങ്ങനൊരു സാധനം കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഇത്രയും സംഗതികളൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലുള്ളത്. സംഗതി കളറല്ലേ. ഇനി ഇതിൻ്റെ ബോണറ്റും തുറന്ന് കാണിക്കാം. ഇതിൽ വന്നിട്ടുള്ളത് പ്യൂഷോഡ് എഞ്ചിനാണ്. 2112 cc ആണെന്നാണ് ഓർക്കുന്നത്. നമ്മുടെ MM540 വന്നിട്ടുള്ള ആ ഒരു ടൈപ്പ്
ഫ്യൂഷൻ എഞ്ചിനാണ് ഇതിൽ വന്നത്. പിന്നെ 4 വീൽ ഡ്രൈവ് ഉണ്ട്. ഇതിൽ ബൂസ്റ്റർ ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ആദ്യമായിട്ട് ഇതിലാണ് ഡിസ്ക് ബ്രേക്കുകൾ മഹീന്ദ്ര കൊണ്ടുവരുന്നത്. വേറൊരു ജീപ്പിലും അന്ന് വരെ ഡിസ്ക് ബ്രേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ പുറമേയുള്ള കാഴ്ചകളും അകമേയുള്ള കാര്യങ്ങളുമൊക്കെ. പിന്നെയും കുറച്ച് പ്രത്യേകതകളുണ്ട്, ഞാൻ അതിൻ്റെ വഴിയെ പറഞ്ഞുതരാം. നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ റൈഡ് അനുഭവം കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാക്കി. KM90 ഗിയർ ബോക്സ് ആണ്, 4 സ്പീഡ്. ഇതിൽ മറ്റു പ്രത്യേകത ഉണ്ട്, അത് പറയാൻ പറഞ്ഞത്. ഇതിൽ സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഉള്ള സ്ഥിതിക്ക് ഇട്ടേക്കാം. പ്രശ്നത്തില്ലേ? മഹീന്ദ്ര എങ്ങനെയാണ് ക്ലാസിക്കിൻ്റെ നിർമ്മാണത്തിലേക്ക് വന്നതെന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു പഴയ ചരിത്രം ഓർമ്മ വന്നു. മഹീന്ദ്ര പണ്ട് മുതലേ വിദേശങ്ങളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഒക്കെ വാഹനങ്ങൾ ഇങ്ങനെ കയറ്റി അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 80കളിൽ മഹീന്ദ്ര കയറ്റി അയച്ചിരുന്നൊരു മോഡലാണ് CJ ബാഹ്യ. നിങ്ങളെപ്പോഴും കേട്ടിട്ടുണ്ടോ? ഇത് അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ബ്രിട്ടനിലടക്കം പലയിടത്തും മഹീന്ദ്ര സാധനം കയറ്റി അയച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ചില പാർട്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ക്ലാസിക്കിൽ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ളത്. ആ ബുൾബാർ നോക്കിയേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫെൻഡറിൽ വരുന്ന
ക്ലാഡിങ്ങും ഇൻഡിക്കേറ്ററും. ഇത് ശരിക്കും പറഞ്ഞാൽ വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ട് ഇവിടെ സർപ്ലസ് കിടന്ന കുറേ സാധനങ്ങളെല്ലാം കൂടി അടിച്ചുകൂട്ടി നമുക്ക് ഇന്ത്യക്കാർക്ക് തന്നതാണ്. മഹീന്ദ്ര വിദേശത്ത് വിറ്റുപോകാതെ കാത്തു സൂക്ഷിച്ചിരുന്ന കുറേ സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് അന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും റിഫൈൻഡ് എന്ന് പറയാവുന്ന പ്യൂഷോയുടെ XD3P എന്ന എഞ്ചിൻ, ഞാൻ നേരത്തെ പറഞ്ഞ MM540 വന്നിട്ടുണ്ടായിരുന്ന XD3P എഞ്ചിനും കൂടി ചേർത്ത് ഒരു വണ്ടി ഇറക്കി അങ്ങനെ ഇന്ത്യക്കാർക്ക് കൊടുത്തു. അതാണ് ശരിക്കും സംഭവിച്ചത്. ഈ XD3P എഞ്ചിന് ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നും ആ എഞ്ചിന് ഒരുപാട് ആരാധകരുണ്ട്. പക്ഷേ ഓവർ ഹീറ്റിങ്, അതുപോലെ തന്നെ ഓയിൽ കൺസംഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ വളരെയധികം കുപ്രസിദ്ധി നേടിയ ഒരു എഞ്ചിനായിരുന്നു XD3P. ഇപ്പോഴും ചില ഫസ്റ്റ് ജെൻ ബൊളറോയിലൊക്കെ ആ എഞ്ചിൻ കാണാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓയിൽ ചിലവ് കൂടുതലാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഓവർ ഹീറ്റ് ആവും, നമ്മൾ ടെമ്പറേച്ചർ ഗേജൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി ഓവർ ഹീറ്റ് ആവും, ഹെഡ് ഗ്യാസ്കറ്റ് അടിച്ചു പോകും. ഹെഡ് ഗ്യാസ്കറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡിലുള്ള ലീക്ക്, ഇതൊക്കെ കൂടപ്പുറപ്പായിട്ടുള്ള എഞ്ചിനാണ് പ്യൂഷോയുടെ XD3P. അങ്ങനെ നമ്മൾ ചെറിയൊരു റൈഡ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആനക്കാട്ടിൽ ചാക്കോച്ചിയുടെ വണ്ടിയും കൊണ്ടൊന്ന് കറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഷോർട്ട് വീൽ ബേസ് ജീപ്പുകളുടെ ഒരു പ്രത്യേക റൈഡിങ് അനുഭവമാണ്. ഒരല്പം തുള്ളിച്ചാടിയാണ് വണ്ടി പോകുന്നത്, കാരണം നീളം കുറവായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഡ്രൈവിംഗ് പ്രതീതിയാണ് ഇതിൻ്റെ. പക്ഷേ ഇതിൻ്റെ എൻജിൻ കുറേ കൂടി സോഫ്റ്റാണ്, കുറേ കൂടി സ്മൂത്തായിട്ടുള്ള എൻജിനാണ്. കാരണം ആ പ്യൂഷോയുടെ എൻജിൻ ഓടിച്ചിട്ടുള്ളവർക്കറിയാം, വളരെ മഹീന്ദ്ര ഇറക്കിയിട്ടുള്ള ആ ഒരു ജനറേഷനിൽ, അന്നത്തെ കാലത്ത് 20-ാം നൂറ്റാണ്ടിൽ മഹീന്ദ്ര ഇറക്കിയിട്ടുള്ള എൻജിനുകളിൽ, മഹീന്ദ്രയുടെ അല്ല എന്നാൽ പോലും മഹീന്ദ്രയുടെ വാഹനങ്ങളിൽ വന്നിട്ടുള്ള എൻജിനിൽ ഏറ്റവും സ്മൂത്തായിട്ടുള്ള എൻജിനാണ് പ്യൂഷോ എൻജിൻസ്. ആ എൻജിൻ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. പിന്നെ ചില ബാലാരിഷ്ടതകളൊക്കെ എൻജിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് മഹീന്ദ്ര അവരുടെ ഇൻഹൗസ് ഡെവലപ്ഡ് ആയിട്ടുള്ള എൻജിനുകൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയതും പ്യൂഷോ എൻജിൻ പതിയെ ഒഴിവാക്കിയത്. അപ്പോൾ ഈ വാഹനത്തിന് ഇപ്പോൾ ഇരിക്കുന്നത് പ്യൂഷോ എൻജിനും പ്ലസ് KMD90 4 സ്പീഡ് ഗിയർ ബോക്സുമാണ്. അതുപോലെ ട്രാൻസ്ഫർ കേസ് വിത്ത് സിംഗിൾ ലിവർ ഓപ്പറേഷനാണ്. അതുവരെ വന്നിട്ടുള്ള ജീപ്പുകളിലെല്ലാം ഈ ട്രാൻസ്ഫർ കേസിൽ 2 ലിവറാണ് വന്നിട്ടുണ്ട്. ഒന്ന് ഇന്നും ഔട്ടും മറ്റൊന്ന് ഹൈയും ലോയും. ഇതെല്ലാം കൂടെ ഒറ്റ ലിവറിൽ ഓപ്പറേഷൻ ആക്കിയതും ഈ വണ്ടിയിലും ആ സമയത്ത് വന്നിട്ടുള്ള CL500 MDയിലും വന്നിട്ടുണ്ട്. എൻ്റെ ജീപ്പിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെക്കാനിക്കൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ട്രാക്ക് വിഡ്ത്ത് കുറേ കൂടി സാധാരണ ജീപ്പുകളേക്കാൾ കൂടുതലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ ഞാൻ നേരത്തെ കാണിച്ചു തരുന്നുള്ളൂ. ഈ
സീറ്റ്സൊക്കെ ഇതിൻ്റെ കമ്പനി വരുന്ന സീറ്റ്സ് തന്നെയാണ്. സാധാരണ ജീപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബക്കറ്റ് സീറ്റുകൾ. അതുപോലെ തന്നെ അതിൻ്റെ റിയർ സീറ്റ് ഞാൻ കാണിച്ചില്ലായിരുന്നു തോന്നുന്നു. റിയർ സീറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ശരിക്കുമുള്ള റിയർ സീറ്റിംഗ് ഫ്രണ്ട് ഫേസിംഗ് ആയിരുന്നെന്നാണ് പല ലിറ്ററേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതെന്തായാലും ഈ വാഹനത്തിൽ അങ്ങനെയല്ല കാണുന്നത്. പക്ഷേ മഹീന്ദ്ര ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും പറയാനൊക്കത്തില്ല. മഹീന്ദ്ര എങ്ങനെയൊക്കെ വണ്ടി ഇറക്കി ഏതെല്ലാം മോഡിഫിക്കേഷൻ വരുത്തുന്നതെന്ന് ദൈവം നമ്പരാൻ പോലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതങ്ങനെ വന്നതായിരിക്കാം, ഒരു പക്ഷേ അല്ലായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മഹീന്ദ്ര CL340 എന്ന ക്ലാസിക്കിൻ്റെ കഥ. ഇനി പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, നമ്മുടെ നരസിംഹത്തിലെ ലാലേട്ടൻ്റെ ഇരുന്നത് ക്ലാസിക്കാണെന്ന്. അത് ക്ലാസിക്കല്ല, അതൊരു CJ500D ആയിരുന്നു വണ്ടി. ആ വാഹനത്തെപ്പറ്റി അടുത്ത കാലത്ത് എവിടെയൊക്കെ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഈ വാഹനമല്ല. അപ്പോൾ ലേലം സിനിമയിലാണ് ഈ വാഹനം ഏറ്റവും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വാഹനം ഇപ്പോൾ മഹീന്ദ്ര പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് എന്തുമാത്രം ആവശ്യക്കാരുണ്ടാവും. ശരിക്കും കാലം തെറ്റിപ്പറന്ന ഒരു രാജകുമാരനാണ് മഹീന്ദ്ര ക്ലാസിക് അഥവാ CL340. അപ്പോൾ CL340യുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ പ്രവീൺ ബ്രോ ആണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വടശ്ശേരിക്കടുക്കടുത്തുള്ള ലാഹ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ ജനറൽ മാനേജർ രഘു സാറിൻ്റെ വണ്ടിയാണ്. അദ്ദേഹം ഒരു ഭയങ്കര വാഹനപ്രേമിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ആർമി ഡിസ്പോസൽ MM550 ഉണ്ട്. അതുപോലെ തന്നെ ഈ വാഹനമുണ്ട്. ഈ വാഹനം ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ പ്രവീൺ ബ്രോ എടുത്തുകൊണ്ട് വന്നതാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ CL340 എന്ന വാഹനത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് വരുവാൻ വേണ്ടി കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.